ഫോട്ടോഗ്രാഫറാ? അതെ. കണ്ണൻ്റെ പേര് കണ്ണൻ. രണ്ടുപേരും കണ്ണന്മാരാ. എന്താ ഈ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ആണോ? ഞാൻ പ്രൊഫഷണൽ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അതായത് വേറെ എന്തെങ്കിലും ചോദിക്കാൻ കാര്യം, നമ്മുടെ ഇവൻ്റെ കസിൻ്റെ മാരേജ് ആണ്. അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ്. ഫോട്ടോഗ്രാഫി തന്നെയാണ്, പക്ഷേ കല്യാണം അല്ല. ഇപ്പോൾ മറ്റൊരു പ്രൊഫഷനുണ്ട്. വേറെന്ത് പ്രൊഫഷൻ? ടീച്ചറാണ്. അധ്യാപകനാണ്. ഗവൺമെൻറ് LPS പ്രാക്കുളം സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. പിന്നെ എങ്ങനെ ഈ കഴുത്തേൽ ഈ വള്ളിയും ക്യാമറയൊക്കെ വന്നത്? ഇത് ആദ്യ പ്രൊഫഷൻ ഇതായിരുന്നു. അച്ഛൻ ഫോട്ടോഗ്രാഫറായിരുന്നു, അപ്പൂപ്പൻ ഫോട്ടോഗ്രാഫറായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫി കുടുംബമാണല്ലേ? അതെ അതെ അതെ. അന്നേരം ജനിച്ചു വീണപ്പോൾ കൈ കിട്ടിയ കളിപ്പാട്ടം അതെ അതെ ക്യാമറ ആയിരിക്കും. അതെ അതെ അതെ. ഷൺമുഖം സ്റ്റുഡിയോ, കൊല്ലത്തെ ആദ്യ സ്റ്റുഡിയോ. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൂപ്പനാണ് ഷൺമുഖം. ആദ്യത്തെ സ്റ്റുഡിയോ അല്ലേ? ആദ്യ സ്റ്റുഡിയോ. ഈ എങ്ങനെയാണ് നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നത്? കല്യാണ ഫോട്ടോകൾ എടുത്തായിരുന്നു ആദ്യകാലത്ത് പോകുന്നത്. ധാരാളം വർക്കുകളുണ്ടായിരുന്നു. അച്ഛനെ അസിസ്റ്റ് ചെയ്ത് ദീർഘകാലം അങ്ങനെ ആയിരുന്നു. പിന്നീട് മാധ്യമങ്ങളിൽ ജോലി ചെയ്തു. മാതൃഭൂമിയിലായിരുന്നു. ദേശാഭിമാനിക്ക് വേണ്ടി ഫോട്ടോകൾ എടുത്തു, ഇന്ത്യ ടുഡേക്ക് വേണ്ടി ഫോട്ടോ എടുത്തു, VRDക്ക് വേണ്ടി ദീർഘകാലം ഫോട്ടോ എടുത്തു. മനസ്സിന് സന്തോഷം നൽകുന്നത് ഫോട്ടോഗ്രാഫിയാണോ അധ്യാപനമാണോ? അതൊരു കൺഫ്യൂഷനാണ്. എൻ്റെ പ്രധാന ജോലി അധ്യാപകൻ എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ പ്രധാനമായും ഡോക്യുമെൻറ്റേഷൻ, കൃത്യം ഡോക്യുമെൻറ്റേഷനാണ്. ഒന്നും മിസ് ചെയ്ത് പോകാതെ എൻ്റെ സ്കൂളിലെ ഒരു സാറിനെ തന്നെ അതിന് ട്രെയിൻ ചെയ്ത് ഒക്കെ നിർത്തിയിട്ടുണ്ട്. എൻ്റെ നിർദ്ദേശാനുസരണം എവറിത്തിങ് ഇൻ സ്കൂൾ ഇസ് ഡോക്യുമെൻറ്റഡ്. നമ്മുടെ പിള്ളേർ സ്കൂളിൽ കാത്തിരിക്കുക. നമുക്ക് പോവാം. ഇവൻ്റെ കസിൻ്റെ കല്യാണക്കാര്യം മറക്കണ്ട. നന്ദനയും അനാമിക അർബിനും അങ്ങറ്റത്തിരുന്ന് നമ്മുടെ കായൽ പെരുമ പരിപാടിയിൽ നമ്മൾ എത്ര ഇനങ്ങൾ പ്രദർശിപ്പിച്ചു? ഏകദേശം 50ഓളം മത്സ്യ ഇനങ്ങൾ അല്ലേ? അന്നേറെ പ്രാധാന്യത്തോടെ നാം പറഞ്ഞ ഒരു മത്സ്യ ഇനമുണ്ട്. മിക്കവാറുമൊക്കെ നിങ്ങളൊക്കെ വാങ്ങിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ മത്സ്യത്തിൻ്റെ പേരെന്തായിരുന്നു? കൂഴവാലി. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇന്ത്യയിൽ നമ്മുടെ കായലിൽ മാത്രം കാണപ്പെടുന്ന മത്സ്യം. എന്താ അതിൻ്റെ പേര്? കൂഴവാലി. അതിൻ്റെ ഫോട്ടോകൾ നമ്മൾ ശേഖരിച്ചിരുന്നു. അതിൻ്റെ മാത്രമല്ല, ഈ 50ഓളം ഇനങ്ങളുടെയും ഫോട്ടോ നമ്മുടെ ശേഖരത്തിലുണ്ട്. നമ്മുടെ സ്കൂൾ വിക്കി പേജിൽ നാം അതെല്ലാം ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യം നമ്മൾ ഈ കൂഴവാലി മത്സ്യത്തിൻ്റെ ചിത്രം നമ്മൾ വിക്കി കോമൺസിൽ ചേർത്തിരുന്നു. അപ്പോൾ അതൊന്ന് കാണാം. നോക്കൂ, ഇത് ഏത് സൈറ്റിലേക്കാണ് ഈ ചിത്രം നമ്മൾ ഏതൊരാൾക്കും എടുക്കാൻ വേണ്ടിയിട്ട് സംഭാവന ചെയ്തിരിക്കുന്നത്? നോക്കൂ, അതിൻ്റെ മുകളിലുണ്ട് commons.wikimedia.org. സ്വതന്ത്ര അനുമതിയുള്ള ചിത്രങ്ങളും അതുപോലെ മറ്റ് ഫയലുകളും ലഭ്യമായ ഒരു ഇടമാണ് ഏത്? കോമൺസ് വിക്കിമീഡിയ. ഇദ്ദേഹത്തെ അറിയാമോ? കെ രവീന്ദ്രനാഥൻ നായർ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ടല്ലോ, പ്രണവം. ആ തിയേറ്ററിൻ്റെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം സാർ എടുത്ത ചിത്രമാണ്. എവിടെയാണ് ആ ചിത്രം? wikimedia.org. സാർ വെൽക്കം. വെൽക്കം വെൽക്കം. common.wikimedia എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഒരു അതെ അതെ സ്വതന്ത്ര വിജ്ഞാനകോശം. അതിൻ്റെ ഭാഗമാണോ സാറ്? ഞാൻ അതിൻ്റെ ഭാഗമാണ്. ഞാൻ അതിൻ്റെ മലയാളം വെർഷൻ, മലയാളം വിക്കിപീഡിയ. മലയാളത്തിൽ വിവരങ്ങൾ ഏകദേശം 70,000-ഓളം ലേഖനങ്ങൾ അതിനകത്തുണ്ട്. മലയാളത്തെ സംബന്ധിക്കുന്ന പ്രാദേശിക അറിവുകളുടെ നിധികുംഭമാണ് മലയാളം വിക്കിപീഡിയ. ഈ സ്വതന്ത്രമായ ഒരു അറിവിടം എന്ന ആശയം വന്നപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും അതിലേക്ക് വരണം, എല്ലാത്തരം അറിവുകളും. ഇപ്പോൾ ചിത്രം ഒരു ഇൻഫർമേഷനാണ്. ഒരുപാട് പേർ ചിത്രങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും ഇത് പുനരുപയോഗിക്കത്തക്ക നിലയിൽ ഇത് സംഭരിക്കപ്പെടുന്നില്ല, പ്രത്യേകിച്ച് അതിൻ്റെ പകർപ്പവകാശ വിഷയത്തിൽ. അപ്പം എല്ലാത്തരം പകർപ്പവകാശങ്ങളും ഉപേക്ഷിച്ച സ്വതന്ത്രമായ ചിത്രങ്ങളാണ് വിക്കിമീഡിയ കോമൺസിലുള്ളത്. എല്ലാവർക്കും ഒരു കോപ്പിറൈറ്റും ഇല്ലാതെ ചിത്രങ്ങൾ എടുക്കുക. ഒപ്പം തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കാര്യം ഫോട്ടോഗ്രാഫി രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതുപോലെ തന്നെയാണ് അധ്യാപനവും. ആ കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതൃകാ അധ്യാപകനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ക്യാമറമാൻ ഷാനാസ് പരിതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.